വിറ്റ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വഖഫ് ബോർഡ് ബിൽ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനെന്ന് പ്രതിപക്ഷം. ലോക്സഭയിൽ അതിരൂക്ഷമായ വാക്പോര്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. നിർണായക വിധി ചൊവ്വാഴ്ച. ഉരുളെടുത്ത മണ്ണിലേക്ക് പ്രധാനമന്ത്രി. പ്രതീക്ഷയോടെ വയനാട്. CBI എന്ന് പറഞ്ഞ വീഡിയോ കോൾ. ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിന് 15 ലക്ഷം നഷ്ടം. 10 നാൾ നീണ്ട രക്ഷാദൌത്യം. വയനാട്ടിൽ നിന്നും സൈന്യം മടങ്ങുന്നു. യാത്രയയപ്പ് നൽകാൻ സർക്കാർ. വാർത്തകൾ വിശദമായി. വഖഫ് ബോർഡ് നിയമ ഭേദഗതി ബില്ലിനുമേൽ ലോക്സഭയിൽ ശക്തമായ ചർച്ച. ഭരണപക്ഷത്തെ അംഗങ്ങൾ ബില്ലിനെ അനുകൂലിച്ചും പ്രതിപക്ഷ അംഗങ്ങൾ ബില്ലിനെ ശക്തമായി എതിർത്തും ലോക്സഭയിൽ സംസാരിച്ചു. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് ബിൽ അവതരിപ്പിക്കാൻ ലോക്സഭയിൽ അനുമതി തേടിയത്. ബില്ലിനെ കോൺഗ്രസ്, DMK, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി, ആം ആദ്മി, CPM തുടങ്ങിയ എല്ലാ പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളും തുറന്നെതിർത്തു. ചർച്ചയ്ക്കിടെ അഖിലേഷ് യാദവും അമിത്ഷായും തമ്മിൽ രൂക്ഷമായ തർക്കവും സഭയിൽ നടന്നു. ബിൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് NDA സഖ്യകക്ഷിയായ LJP ആവശ്യപ്പെട്ടു. ബിൽ മതപരമായ വിഷയത്തിലുള്ള ഇടപെടലാണെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. മുസ്ലിങ്ങളല്ലാത്തവരെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുകയെന്നത് മതത്തിലുള്ള കടന്നുകയറ്റമാണ്. നാളെ മറ്റു മതങ്ങളിലും ഇതേ നിലയിൽ കടന്നുകയറ്റമുണ്ടാകും. ഈ വിഭജന രാഷ്ട്രീയം ജനം അംഗീകരിക്കില്ല. ബിൽ അവതരിപ്പിക്കുവാനോ പാസാക്കുവാനോ പാടില്ലെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബില്ല് മുസ്ലിങ്ങളോടുള്ള വിവേചനമാണെന്ന് വിമർശിച്ചായിരുന്നു സമാജ്വാദി പാർട്ടി രംഗത്തു വന്നത്. സർക്കാർ നിലപാട് ദുരൂഹമാണെന്നും ഭരണഘടനാ വിരുദ്ധമെന്നും തൃണമൂൽ കോൺഗ്രസ് വിമർശിച്ചു. ബിൽ ജനദ്രോഹമെന്ന് കുറ്റപ്പെടുത്തിയ DMK നേതാവ് കനിമൊഴി ബില്ല് ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും എതിരാണെന്നും പറഞ്ഞു. ബിൽ മുസ്ലിം വിരുദ്ധമല്ലെന്ന നിലപാടാണ് JDU അംഗം രാജീവ് രഞ്ജൻ ലല്ലൻ സിംഗ് സ്വീകരിച്ചത്. ബില്ലിനെതിരെ വലിയ പ്രചാരണം നടക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബിൽ ഇതിനോടകം തന്നെ വിതരണം ചെയ്തതാണെന്നും പൊതുമധ്യത്തിൽ ബില്ലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ബിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയക്കണമെന്ന് NCP നേതാവ് സുപ്രിയ സുലെ ആവശ്യപ്പെട്ടു. ബില്ല് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്ന പരാതിയും സുപ്രിയ സുലെ ഉയർത്തിയെങ്കിലും അത് അന്വേഷിക്കലല്ല തന്റെ ജോലിയെന്ന് സ്പീക്കർ ഓം ബിർള രൂക്ഷ മറുപടി നൽകി. ബില്ലിന്റെ പിന്നിൽ വൃത്തികെട്ട അജണ്ടയാണെന്ന മുസ്ലിം ലീഗ് അംഗം ET മുഹമ്മദ് ബഷീർ കുറ്റപ്പെടുത്തി. വഖഫ് കൗൺസിലും വഖഫ് ബോർഡുകളും അപ്രസക്തമാകുമെന്നും ജില്ലാ കളക്ടർമാർക്ക് സകല അധികാരങ്ങളും നൽകിയിരിക്കുകയാണെന്നും പറഞ്ഞു. ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനാണ് ശ്രമമെന്നും ഇന്ത്യയുടെ ഐക്യം തകർക്കുന്ന ബില്ലെന്നും CPM നേതാവ് K രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ഒരു ചർച്ചയും നടത്താതെയാണ് ബില്ല് കൊണ്ടുവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മതേതരത്വത്തിന്റെ ഭാവി തകർക്കുന്ന ബില്ലാണിതെന്ന് NK പ്രേമചന്ദ്രൻ വിമർശിച്ചു. Sir, fundamentally this is an attack on constitution. Basically when we are talking about the constitutions, this bill is a fundamental attack on constitution. Sir, see sir, as per the provision, clearly composition of the Central Waqf Council, basically the Central Waqf Council, where the Waqf property is coming, sir, that is coming from the donations of the believers, those who are believe in the God and those who are be that they are giving the Waqf donations. Now Article 26 is very clear, sir. Freedom to manage religious affairs subject to public order, morality and health. Every religious denomination of any section thereof shall have the right to establish and maintain institutions for religious and charitable purposes, to manage this own affairs in matters of religion, to own and acquire movable and immovable property, and to administer such property in accordance with law. This is Article 26 of the Constitution, sir. This bill, through this bill, they are putting a proviso that non-Muslims also be the member of the governing council. Sir, whether through you, sir, I would like to ask a question to the government. Whether we think about the Supreme Court constitute the board of Ayodhya, whether anybody can think that a non-Hindu be the part of Ayodhya Mandir board, sir? Sir, we are believing in, sir, I told that Guruvayur temple, there is a temple Devaswam board. Anybody can believe that that temple Devaswam board can have non-Hindu? Sir, this is only this provision, anybody, non-Muslims also be part of Waqf Council, is correctly an attack on the faith and freedom of religion. Correctly. Sir, that we are talking about you are telling we are the constitution. When we are showing the constitution, you are telling
You people are protecting the constitution. This is a fundamental attack on constitution. This bill is a fundamental. Now you are going for Muslims. Next, you will go for Christians. Next, you will go for Jains. Next, you will go for Parsi. Next, you will go for. Therefore, there is a fundamental principle. You cannot go with the Hindu. There in our tradition, what is the tradition of Indian? What is the culture of India? We are believing the culture and tradition of Indian, Bharat. Respect each other's faith. I told you, we are Hindu, sir. We are a believer. But same time, we are respecting the faith of other religions also. That is the basic principle. You want this bill is specialized for Maharashtra, Haryana election. This bill is specialized. But you don't understand that. Last time, people of India clearly taught a lesson to you. This type of divisive politics, India people will not going to buy now. Now again you are trying to experiment that bill. Sir, againly, this is an attack on federal system also. This is a clear attack on federal system also. Waqf properties, there is actually the nitty-gritty of the things dealing by the states, rules and the data collection, everything. This bill is take away all the data collection to the central side. വയനാട് ദുരന്തമുണ്ടായ ഉടൻ മുഖ്യമന്ത്രി ഫലപ്രദമായി ഇടപെട്ട് പ്രവർത്തനങ്ങൾ നടത്തിയതായും സർക്കാർ സംവിധാനങ്ങളും കേന്ദ്രസേനയും എല്ലാം ഒത്തൊരുമയോടെ പ്രവർത്തിച്ചുവെന്നും LDF യോഗം വിലയിരുത്തിയതായി കൺവീനർ EP ജയരാജൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചത് കേരളത്തിന്റെ മനസ്സാണെന്നും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും നന്ദി പറയുന്നതായും ജയരാജൻ പറഞ്ഞു. ഇനിയും ഒരുപാട് മരണപ്പെട്ടവരുടെ മൃതശരീരങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അവിടെ നമ്മുടെ എല്ലാ സേവന വിഭാഗവും സജീവമായി രംഗത്തിറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരെല്ലാം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയാണ്. ഈ സംഭവത്തിൻ്റെ അറിഞ്ഞ ഉടനെ തന്നെ ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി സുരക്ഷാ പ്രവർത്തനം ശക്തമാക്കി പരമാവധി ആളുകളെ അപകട മേഖലയിൽ നിന്ന് രക്ഷിക്കാൻ, ഈ ദുരന്തത്തിൽ കാണാതായ ആളുകളെ കണ്ടെത്താൻ എല്ലാമുള്ള പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് അവിടെ വയനാട്ടിലെത്തി അവിടെ പ്രത്യേകമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗങ്ങൾ വിളിച്ചു ചേർത്തു. എല്ലാവരും ഒരേ അഭിപ്രായക്കാരായിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ ഒരു മനസ്സാണ് അവിടെ കണ്ടത്. ആ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും LDF അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കേരളീയർ, മലയാളികൾ, നമ്മുടെ ആ മേഖലയിലുള്ളവർ, അവർക്ക് വലിയൊരു ദുരന്തമുണ്ടായപ്പോൾ എല്ലാ മനസ്സുകളും ഒന്നായി. പിന്നെ നമുക്ക് കാണാൻ സാധിച്ചത് കേരളം മാത്രമല്ല, ഇന്ത്യ ആകെ ആ മഹാദുരന്തത്തിൽ ദുഃഖമനുഭവിക്കുന്നവരോടൊപ്പമായി, വേദനയോടൊപ്പം പങ്കാളികളായി. ഇന്ത്യക്കകത്ത് മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ മനുഷ്യരും നമ്മുടെ കേരളത്തിൻ്റെ ഈ മഹാദുരന്തത്തിൽ ദുഃഖിതരായി ജീവഹാനി സംഭവിച്ചവരോട്, അവരുടെ കുടുംബങ്ങളോട്, അവരോടെല്ലാം സ്നേഹവാത്സല്യം വെച്ചു പുലർത്തി അവരവർക്കെല്ലാം കഴിയാവുന്ന എല്ലാ സഹായങ്ങളുമായി മുന്നോട്ട് വന്നു. എത്രയോ കുടുംബങ്ങൾ തന്നെ ഇല്ലാതായി. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. സ്കൂളുകളും ആശുപത്രികളും പള്ളികളും ക്ഷേത്രങ്ങളും കച്ചവട സ്ഥാപനങ്ങളും, ചൂരൽ ഒരു ചെറിയ പട്ടണമാണ്, ആ ചൂരൽ പ്രദേശമാകെ തന്നെ തകർന്നുപോയി. ഇത്തരം ആ മഹാദുരന്തം, ആ ദുരന്തത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ഫലപ്രദമായ നടപടി സ്വീകരിച്ച മുഖ്യമന്ത്രിയെയും കേരള മന്ത്രിസഭയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിനന്ദിക്കുകയാണ്. നിങ്ങളിൽ അർപ്പിതമായ ചുമതല, ഈ ജനതയോടുള്ള ബാധ്യത നിർവഹിച്ച് പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാതെ ജനങ്ങളുടെ സംരക്ഷണത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിച്ച ഗവൺമെൻറ്റിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവരെ മാത്രമല്ല, അവരുടെ പ്രവർത്തനത്തിൻ്റെയും അവരുടെ നേതൃത്വത്തിൻ്റെയും ഭാഗമായി അവിടെ പ്രവർത്തിച്ചിട്ടുള്ള സേനയുടെ പ്രവർത്തനം വളരെ വളരെ പ്രശംസനീയമാണ്. പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ,
ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. ആ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ നഷ്ടപ്പെട്ടതുപോലുള്ള വേദനയോടുകൂടി പരമാവധി ആളുകളെ സംരക്ഷിക്കാൻ കർമ്മരംഗത്ത് ഇറങ്ങി പ്രവർത്തിച്ച എല്ലാ സേവകന്മാരെയും നമ്മുടെ നാടിനു വേണ്ടി അർപ്പിത മനോഭാവത്തോടുകൂടി ചുമതല നിർവഹിച്ച എല്ലാവരെയും ആ നാട്ടുകാർ അവരെ പ്രത്യേകമായും ഇടതുപക്ഷ മുന്നണി അഭിനന്ദിക്കുകയാണ്. ആ നാടിൻ്റെ ആകെ പിന്തുണയുണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടായിരുന്നു, യുവജന സംഘടനകളുണ്ടായിരുന്നു, യുവാക്കൾ എല്ലാം മറന്ന് രംഗത്തുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ആ മഹാവിപത്തിൽ നിന്ന് നമ്മുടെ കേരളത്തെ രക്ഷിക്കാൻ പരിശ്രമിച്ചവരെ എല്ലാം ഇടതുപക്ഷ മുന്നണി അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നും ഈ കേരളം ഓർമ്മിക്കും. നിങ്ങളുടെ ദൗത്യം, നിങ്ങളുടെ ജീവിത ദൗത്യം, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന മഹത്തായ ഒരു ധർമ്മമാണ് നിർവഹിച്ചത് എന്ന കാര്യവും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഉരുൾപൊട്ടലിൽ തകർന്ന മേപ്പാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച സന്ദർശനം നടത്തും. വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ശനിയാഴ്ച കണ്ണൂരിൽ വിമാനമിറങ്ങുന്ന മോദി ഹെലികോപ്റ്ററിലാണ് മേപ്പാടി പഞ്ചായത്തിൽ എത്തുകയെന്നാണ് വിവരം. മുണ്ടക്കൈ, ചൂരൽമല ഗ്രാമങ്ങളെ മലവെള്ളം വിഴുങ്ങി ഒരാഴ്ച പിന്നിട്ടിട്ടും കേന്ദ്രമന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങൾ ആരും വരാതിരുന്നത് വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപി മാത്രമാണ് ദുരിതബാധിത മേഖലയിലെത്തിയത്. ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും പ്രധാനമന്ത്രി എത്താതിരുന്നതിൽ വിമർശനം ഉയരവെയാണ് മോദിയുടെ സന്ദർശനം. മോദിയുടെ വരവിൽ വയനാട് ദുരന്തത്തെ L3 വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമോ, കൂടുതൽ കേന്ദ്ര സഹായം കിട്ടുമോ എന്നുമെല്ലാമാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഏറ്റവും തീവ്രതയുള്ള ദുരന്തമെന്ന നിലയിൽ L3 ദുരന്തമായ വയനാട് ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. പ്രധാനമന്ത്രിയുടെ വരവോടെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ പുനരധിവാസത്തിന് വേണ്ട തുകയുടെ 75% ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് കിട്ടും. കേന്ദ്ര സഹായം കൂട്ടണമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. ദുരന്തമുണ്ടായതു മുതൽ സൈന്യത്തെ അയച്ചതിലടക്കം കേന്ദ്രത്തിന്റെ ഇടപെടലിനെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും അഭിനന്ദിച്ചിരുന്നു. കേന്ദ്രവും സംസ്ഥാനവും കൈകോർത്തുള്ള വയനാട്ടിലെ ദൗത്യം തുടരുന്നതിനിടെയാണ് മോദിയുടെ സന്ദർശനം. ബെയിലി പാലത്തിലൂടെ ചൂരൽമലയിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നാണ് വിവരം. അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കും. സംസ്ഥാന സർക്കാർ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുള്ള യോഗത്തിനും സാധ്യതയുണ്ട്. കാലാവസ്ഥാ സ്ഥിതി അനുസരിച്ച് ഷെഡ്യൂളിൽ ഇനിയും മാറ്റമുണ്ടായേക്കാം. യാക്കോബായ സഭ നിരണം ഭദ്രാസനം മുൻ അധ്യക്ഷൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിന് 15 ലക്ഷം രൂപ ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടപ്പെട്ടതായി പരാതി. CBIയിൽ നിന്നാണെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം മാർ കൂറിലോസിന് ഒരു വീഡിയോ കോൾ വരികയായിരുന്നു. മുംബൈ സ്വദേശി നരേഷ് ഗോയൽ എന്നയാളുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് പ്രതിയാണെന്ന് പറഞ്ഞ് വ്യാജരേഖകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഔദ്യോഗിക സ്ഥാനമൊഴിഞ്ഞ ശേഷം ആനിക്കാട് സെയിന്റ് ഗ്രിഗോറിയോസ് ദയറയിൽ താമസിക്കുന്ന ഇദ്ദേഹത്തെ CBIയിൽ നിന്നെന്ന വ്യാജേന ചിലർ ഫോണിൽ ബന്ധപ്പെട്ടു. മുംബൈയിലെ നരേഷ് ഗോയൽ എന്ന ആൾ ഉൾപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡോക്ടർ വർഗീസ് മാർ കുറിലോസിന്റെ പേരുമുണ്ടെന്ന് അറിയിച്ചു. ഇത് വ്യക്തമാക്കുന്ന ചില വ്യാജരേഖകൾ കാട്ടുകയും ഓൺലൈൻ മാർഗം ഓഗസ്റ്റ് 2-ന് ജുഡീഷ്യൽ വിചാരണ നടത്തുകയും ചെയ്തു. കേസിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ പിഴ അടയ്ക്കാൻ ആവശ്യപ്പെട്ടു. ഇതിനായി തട്ടിപ്പു സംഘം അവരുടെ സ്വകാര്യ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും നൽകി. തുടർന്ന് മുൻ മെത്രാപ്പോലിത്തയുടെ അക്കൗണ്ടിൽ നിന്ന് 2 ദിവസങ്ങളിലായി തുക തട്ടിയെടുക്കുകയും ചെയ്തു. കിഴായ്പൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഈ മാസം 2-നായിരുന്നു സംഭവം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഹൈക്കോടതി ചൊവ്വാഴ്ച വിധി പറയും. സംസ്ഥാന വനിതാ കമ്മീഷന് പിന്നാലെ കേസിൽ കക്ഷി ചേർന്ന വിമൻ ഇൻ സിനിമ കളക്ടീവും റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച ഹർജിക്കാരുടെ നടപടി ഏറെ സംശയാസ്പദമെന്നാണ് WCCയുടെ വാദം. അതേസമയം ഒരു തവണ പുറത്തുവിടേണ്ടതില്ല എന്ന് തീരുമാനിച്ച ശേഷം റിപ്പോർട്ട് പുറത്തുവിടാനുള്ള വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കിയിട്ടില്ലെന്ന് ഹർജിക്കാർ വാദിച്ചു. എല്ലാ ഭാഗങ്ങളുടെയും വാദം കേട്ട സാഹചര്യത്തിൽ ചൊവ്വാഴ്ച വിധി പറയാമെന്നാണ് ഹൈക്കോടതി ജസ്റ്റിസ് VG അരുൺ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ് ഹർജിക്കാരെന്നും അതിനാൽ ഇവരുടെ ആവശ്യം തള്ളിക്കളയണമെന്നുമാണ് വിവരാവകാശ കമ്മീഷനും സർക്കാരും കേസിൽ വാദിച്ചത്.
റിപ്പോർട്ട് പുറത്തുവിട്ടില്ലെങ്കിൽ കമ്മിറ്റിയെ നിയോഗിച്ചതിന് സാധ്യത തന്നെ ഇല്ലാതായി പോകുമെന്നും വനിതാ കമ്മീഷനും WCCയും ചൂണ്ടിക്കാട്ടി. തങ്ങൾ നൽകിയ പരാതിയെ തുടർന്നാണ് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചതെന്ന് കേസിൽ കക്ഷി ചേരാൻ നൽകിയ ഹർജിയിൽ WCC പറഞ്ഞു. എന്നാൽ ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷയിൽ തങ്ങളെ കക്ഷിയാക്കാൻ ഹർജിക്കാർ തയ്യാറായില്ല. ഏതെങ്കിലും വിധത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതിരുന്നാൽ അത് തങ്ങളെയും ബാധിക്കുന്ന കാര്യമാണെന്നും അതിനാൽ കേസിൽ കക്ഷി ചേർക്കണമെന്നുമാണ് WCC ആവശ്യപ്പെട്ടത്. കേസ് വിവരാവകാശ നിയമങ്ങൾ പരിഗണിക്കുന്ന ബെഞ്ചിന് മുമ്പാകെയായിരുന്നു വരേണ്ടതെങ്കിലും മിസ്ലേനിയസ് വിഭാഗത്തിലേക്കാണ് ഹർജിക്കാർ അത് സമർപ്പിച്ചതെന്നും WCC ചൂണ്ടിക്കാട്ടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് നിർമ്മാതാവായ സജിമോൻ പറയൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്തത്. തുടർന്ന് 3 ദിവസങ്ങളിലായി നടന്ന വാദമാണ് ബുധനാഴ്ച പൂർത്തിയായത്. കേസിൽ കക്ഷി ചേർന്ന സംസ്ഥാന വനിതാ കമ്മീഷനും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വാദിച്ചു. കേസിൽ കക്ഷി ചേർന്ന വുമൻ ഇൻ സിനിമ കളക്റ്റീവും ഇതേ നിലപാടാണ് സ്വീകരിച്ചത്. വുമൻ ഇൻ സിനിമ കളക്റ്റീവിന്റെ ആവശ്യപ്രകാരമാണ് 2017 സർക്കാർ ഹേമ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. 2019 റിപ്പോർട്ട് കൈമാറി. എന്നാൽ ഇത് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായില്ല. ഇതിനെ തുടർന്ന് മാധ്യമപ്രവർത്തകർ അടക്കം നൽകിയ അപേക്ഷയിലാണ് സ്വകാര്യതയിലേക്ക് കടക്കുന്ന ഭാഗം ഒഴിവാക്കി റിപ്പോർട്ട് നൽകാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത്. തലസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് തുടർ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. പ്രത്യേക SOP തയ്യാറാക്കിയാണ് ചികിത്സ നൽകുന്നത്. പായൽ പിടിച്ചു കിടക്കുന്നതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമുള്ളതോ ആയ കുളങ്ങളിലെ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുതെന്നും മൂക്കിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവർ, തലയിൽ ക്ഷതമേറ്റവർ, തലയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കുളത്തിലെ വെള്ളമോ നീരാവിയോ നേരിട്ട് മൂക്കിലേക്ക് വലിച്ചെടുക്കുന്ന ആളുകൾക്കും ഈ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണമടഞ്ഞ ആളെ കൂടാതെ തിരുവനന്തപുരത്ത് നിലവിൽ 6 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആദ്യ രോഗിക്ക് എങ്ങനെയാണ് രോഗമുണ്ടായെന്ന ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിലാണ് രോഗം വരാൻ സാധ്യതയുള്ള മറ്റുള്ളവരെ കണ്ടെത്തിയത്. ഇവർക്ക് തലവേദനയും കഴുത്തിനു പിന്നിൽ വേദനയും ഉണ്ടായപ്പോൾ തന്നെ നട്ടെല്ല് സ്രവ സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തുകയും രോഗം സ്ഥിരീകരിക്കുകയും ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തു. നിലവിൽ 2 പേർക്കാണ് രോഗം സംശയിക്കപ്പെടുന്നത്. ഇവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഇവരിൽ ഒരാളൊഴികെ ബാക്കിയെല്ലാവരും പായൽ പിടിച്ചുകിടന്ന കുളത്തിലെ വെള്ളവുമായി പല രീതിയിൽ സമ്പർക്കമുണ്ടായ ആൾക്കാരാണ്. ഈ ഒരാളുടെ രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. വീട്ടിലെ കിണർ വൃത്തിയാക്കിയ ശേഷം ചെളിയിൽ നിന്നുള്ള അമീബിക് കലർന്ന വെള്ളത്തിൽ നിന്നാകാം രോഗം ഉണ്ടായതെന്നാണ് വിദഗ്ധരുടെ നിഗമനം. ഇത് വിശദമായി പരിശോധിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രദേശത്തെ കുളത്തിലെ വെള്ളവുമായി ഏതെങ്കിലും രീതിയിൽ സമ്പർക്കമുണ്ടായിട്ടുള്ളവർക്ക് തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തു തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ചികിത്സ തേടണമെന്ന് നിർദ്ദേശമുണ്ട്. പ്രോട്ടോകോൾ പ്രകാരം 5 മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സ നടത്തുന്നത്. ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾ ലഭ്യമാണ്. കൂടുതൽ മരുന്നുകൾ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ KMSL MDക്ക് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. NCERT പാഠപുസ്തകങ്ങളിൽ നിന്ന് ഭരണഘടനയുടെ ആമുഖം ഒഴിവാക്കിയെന്ന ആരോപണത്തിൽ രാജ്യസഭയിൽ ഭരണപ്രതിപക്ഷ വാഗ്വാദം. BJP സർക്കാർ പരാജയപ്പെട്ടതിന് പിന്നാലെ മഹാത്മാഗാന്ധിയുടെയും ബാബാ സാഹിബ് അംബേദ്കറുടെയും പ്രതിമകൾ മാറ്റിയതുപോലെ ഭരണഘടനയുടെ അന്തസത്തയും നശിപ്പിക്കുന്നത് ജനങ്ങൾ അംഗീകരിക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. NCERT പാഠപുസ്തകത്തിൽ നിന്ന് ആമുഖം ഒഴിവാക്കിയിട്ടില്ലെന്നും ദേശീയഗാനവും മൗലികാവകാശവും മൗലിക ഉത്തരവാദിത്വവും അടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭരണഘടന സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും സഭാ നേതാക്കളും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡയും പ്രതികരിച്ചു. ഖാർഗെയുടേത് ആശങ്ക മാത്രമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ സംസാരിക്കാൻ അനുവദിച്ചത്. പാഠ്യപദ്ധതിയിൽ കൃത്രിമം കാണിച്ച് RSSും BJPയും തങ്ങളുടെ വർഗീയ പ്രത്യയശാസ്ത്രം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും NCERTയുടെ നടപടി ശരിയല്ലെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു. പാഠപുസ്തകത്തിലെ മാറ്റങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഭരണഘടനയെ മാറ്റുന്ന പ്രശ്നമില്ലെന്ന് നഡ്ഡ തിരിച്ചടിച്ചു. ശൂന്യവേളയ്ക്ക് ശേഷമാണ് മന്ത്രി പ്രധാൻ ഖാർഗെയ്ക്ക് മറുപടി നൽകിയത്. താൻ താഴ്മയോടെ വസ്തുതകൾ സഭയിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ പ്രധാൻ ഇതുവരെ 7ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് സഭയെ അറിയിച്ചു. പണ്ട് ആമുഖമുണ്ടായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. 6ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകങ്ങളിലും ആമുഖമുണ്ട്. 10 നാൾ നീണ്ട രക്ഷാദൌത്യം അവസാനിപ്പിച്ച് വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളായ മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിൽ നിന്നും സൈന്യം മടങ്ങുന്നു. വയനാട്ടിൽ നിന്നും മടങ്ങുന്ന സൈന്യത്തിന് സർക്കാരും ജില്ലാ ഭരണകൂടവും യാത്രയയപ്പ് നൽകും.
സൈന്യത്തിന്റെ എല്ലാ സംഘങ്ങളും മടങ്ങും. എന്നാൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും NDRF, SDRF, ഫയർഫോഴ്സ്, പോലീസ് എന്നീ സേനകൾക്ക് കൈമാറുമെന്നും സൈന്യം അറിയിച്ചു. സൈന്യത്തിന്റെ 500 അംഗ സംഘമാണ് മടങ്ങുന്നത്. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള ബറ്റാലിയൻ അംഗങ്ങളാണിവർ. അതേസമയം താൽക്കാലികമായി നിർമ്മിച്ച ബെയ്ലി പാലം മെയിന്റനൻസ് ടീം പ്രദേശത്ത് തുടരും. ഹെലികോപ്റ്റർ സെർച്ച് ടീമും അടുത്ത നിർദ്ദേശം വരുന്നതുവരെ തുടരും. ബാക്കിയുള്ളവരാണ് മടങ്ങുകയെന്നും സൈന്യം അറിയിച്ചു. അതേസമയം ശനിയാഴ്ച പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ പരിശോധനകൾ തുടരുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എത്ര ദിവസം വേണമെങ്കിലും തുടരാൻ തയ്യാറാണെന്ന് സൈന്യം നേരത്തെ അറിയിച്ചിരുന്നു. ബെയ്ലി പാല നിർമ്മാണത്തിലടക്കം ദുരന്തമുഖത്തെ സൈന്യത്തിന്റെ ഇടപെടൽ ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു. അതേസമയം ഇന്നലെ മൃതദേഹഭാഗം കിട്ടിയ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ് ഇന്ന് പരിശോധന നടത്തിയത്. തിരച്ചിലിന് കടവർ നായകളും ഉണ്ടാകും. ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലും ചാലിയാർ കേന്ദ്രീകരിച്ചും പതിവ് തിരച്ചിൽ നടത്തുന്നുണ്ട്. 6 സോണുകളായി തിരിഞ്ഞാണ് തിരച്ചിൽ. ദുരന്തബാധിതരുടെ പുനരധിവാസം 3 ഘട്ടങ്ങളായി നടപ്പാക്കാനാണ് മന്ത്രിസഭ ഉപസമിതിയുടെ തീരുമാനം. നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്നതിനാണ് 1ാം ഘട്ടം. ഇതിനായി ബന്ധുവീടുകളിൽ പോവാൻ താൽപ്പര്യമുള്ളവർക്ക് സൗകര്യമൊരുക്കും. മറ്റുള്ളവരെ താമസിപ്പിക്കുന്നതിനായി വാടക വീടുകളോ മറ്റു സൗകര്യങ്ങളോ സർക്കാർ ചെലവിൽ കണ്ടെത്തി നൽകും. ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിലെ വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യത ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ബഹളത്തിനിടെ രാജ്യസഭയിൽ അസാധാരണ രംഗങ്ങൾ. വിഷയത്തിൽ ചർച്ച അനുവദിക്കാത്ത ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പ്രതിപക്ഷത്തോട് കയർത്ത് സഭ വിട്ടു. ഏതു വേദിയിലും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും പ്രതിപക്ഷം വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും മന്ത്രി JP നദ്ദ വ്യക്തമാക്കി. രാജ്യസഭാ നടപടികൾ തുടങ്ങിയുടൻ വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യത ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു. അയോഗ്യതയ്ക്ക് പിന്നിലെന്തെന്നറിയണമെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. എന്നാൽ ചർച്ചയില്ലെന്ന് ജഗദീപ് ധൻകർ അറിയിച്ചു. മുദ്രാവാക്യം മുഴക്കിയ തൃണമൂൽ MP ഡെറിക് ഒബ്രിയാന് ശാസന നൽകുകയും ചെയ്തു. ഇതോടെ പ്രതിപക്ഷം സഭ വിട്ടു. പ്രതിപക്ഷത്തിന് നേരെ ജഗദീപ് ധൻകർ വിമർശനം തുടർന്നു. വിഷയം ചർച്ച ചെയ്യണമെന്ന് ലോക്സഭയിലും പ്രതിപക്ഷം ആവശ്യമുയർത്തിയിട്ടുണ്ട്. വിനേഷ് ഫോഗട്ടിന്റെ സംസ്ഥാനമായ ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമെന്നതിനാൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതേസമയം മെഡൽ ജേതാവിന് നൽകുന്ന എല്ലാ പരിഗണനയും വിനേഷിന് ഹരിയാനയിലെ BJP സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. और जिस तरीके से चुनौती शब्दों से पत्र के द्वारा अखबार के माध्यम के द्वारा एक प्रमुख अखबार नाम नहीं लेना चाहता कितनी गलत टिप्पणी की है मैंने देखा है. मेरे को यह चुनौती नहीं दी जा रही है. यह चुनौती सभापति के पद को दी जा रही है और यह चुनौती प्लीज यह चुनौती इसलिए दी जा रही है कि जो व्यक्ति इस पद पर बैठा है वो इसके लायक नहीं है, ऐसा ये सोचते हैं. मुझे हाउस का समर्थन जितना चाहिए उतना नहीं मिला है. मैंने प्रयास में कोई कमी नहीं की. डोंट लाफ एट इट मिस्टर जयराम. नो, मैंने सुनिए, डोंट मेक एनी शॉफ इट. नो, डोंट मेक इट. सुनिए प्लीज. माननीय सदस्यगण, माननीय सदस्य, आई नो योर हैबिट. 1 सेकेंड. माननीय सदस्यगण, अब मेरे पास एक ही विकल्प है. मैंने सदन में बहुत वरिष्ठ सदस्य हैं, अब भी उपस्थित हैं, उनका सम्मान करता हूं. उन्होंने राजनीति मेरे से बहुत ज्यादा देखी है. दुखी मन से मैं मेरी शपथ से दूर नहीं भग रहा हूं, पर मुझे जो आज मैंने देखा है, जिस तरीके का व्यवहार सदस्य ने किया है, शारीरिक रूप से किया है, जिस तरीके का व्यवहार इधर से भी हुआ है, मैं कुछ समय के लिए यहां बैठने में अपने आप को सक्षम नहीं पा रहा हूं. मैं दुखी मन से नमस्कार.
വയനാട് ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി. സർക്കാരിൽ നിന്നും മുൻകൂട്ടി അനുമതി വാങ്ങാതെയുള്ള ഫണ്ട് ശേഖരണം തടയണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് സ്വദേശിയും ചലച്ചിത്ര നടനുമായ അഡ്വക്കേറ്റ് സി ഷുക്കൂറാണ് ഹർജി നൽകിയത്. നിരവധി സംഘടനകൾ അവരുടെ അക്കൗണ്ട് വഴി വിവിധ തലങ്ങളിൽ നിന്നും ഫണ്ട് ശേഖരിക്കുകയാണ്. ഈ ഫണ്ടുകൾ ശേഖരിക്കുന്നതും വിനിയോഗിക്കുന്നതും നിരീക്ഷിക്കുന്നതിനോ മേൽനോട്ടം വഹിക്കുന്നതിനോ ഒരു സംവിധാനവും നിലവിലില്ലെന്നും ഹർജിയിൽ പറയുന്നു. നിലവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ സംഭാവന നൽകി വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും കോൺഗ്രസ് മുതിർന്ന നേതാവ് എ.കെ. ആന്റണിയും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. അതേസമയം മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ പുനരധിവാസം 3 ഘട്ടങ്ങളിലായി നടപ്പിലാക്കുമെന്നാണ് മന്ത്രിസഭ ഉപസമിതിയുടെ തീരുമാനം. നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്നവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്നതാണ് 1ാം ഘട്ടം. ഇതിനായി ബന്ധുവീടുകളിൽ പോകുവാൻ താൽപ്പര്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യമൊരുക്കും. മറ്റുള്ളവരെ താമസിപ്പിക്കുന്നതിനായി വാടക വീടുകളോ മറ്റ് സൗകര്യങ്ങളോ സർക്കാർ ചെലവിൽ കണ്ടെത്തി നൽകും. വിപുലമായ പദ്ധതിക്ക് രൂപം നൽകിയതായി റവന്യൂ മന്ത്രി കെ രാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ സംവിധാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഇതിനായി ഉപയോഗപ്പെടുത്തും. ഈ ഘട്ടത്തിൽ താൽക്കാലികമായി പുനരധിവസിക്കപ്പെട്ടവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി പ്രത്യേക ടീമിനെ നിയോഗിക്കും. സ്ഥിരം വീടുകളിലേക്ക് മാറ്റുന്നതിന് മുമ്പുള്ള ഇടക്കാല ട്രാൻസിറ്റ് ഹോം സംവിധാനമാണ് 2ാം ഘട്ടത്തിൽ നടപ്പിലാക്കുക. ഇതിനായി അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി ഫ്രീഫാബ് സാങ്കേതിക വിദ്യയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കും. സമ്പൂർണ്ണ പുനരധിവാസത്തിന്റെ ഭാഗമായുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ടൗൺഷിപ്പ് പദ്ധതി 3ാം ഘട്ടത്തിലാണ് നടപ്പിലാക്കുകയെന്നും മന്ത്രി അറിയിച്ചു. ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമെങ്കിൽ വിദഗ്ധ കൗൺസിലർമാരുടെ സേവനം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. നിലവിൽ 136 കൗൺസിലർമാരുടെ സേവനമാണ് വിവിധ ക്യാമ്പുകളിലായി നൽകുന്നത്. ബാങ്ക് വായ്പകളുടെ തിരിച്ചടവുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ലെവൽ ബാങ്കിംഗ് കമ്മിറ്റിയുടെ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് അവസാനിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.